അപ്പൊ അങ്ങനെ നമ്മൾ സീക്രട്ട് കേവിനുള്ളോട്ട് എക്സൈറ്റഡ്. നമ്മളിവിടെ അത്രയും ആന്റിസിപ്പേറ്റ് ചെയ്ത് വന്നൊരു സ്ഥലമായിരുന്നു. തളച്ചിട്ടൊക്കെ കഴിച്ചോട്ടാ. ചർച്ചിന്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ മൊണാസ്ട്രിയും ചർച്ചൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ സീ കേവ്സിലോട്ടാണ്. അടിപൊളിയാണ്. കേപ് ഗ്രേക്കോ നാഷണൽ പാർക്കിന്റെ പാർട്ടാണ്. നമ്മൾ സതേൺ മോസ്റ്റ് സൈഡിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അയനാപ്പ എക്സ്പ്ലോറേഷൻ ആയിരുന്നു. നിസി ബീച്ച്, നിസി ഐലൻഡ്, അയനാപ്പ സിറ്റി, അതുപോലെ അയനാപ്പ മോൺസ്റ്റർ ഒക്കെ കണ്ടിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സൈപ്രസിന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ ഇമേജസിനകത്ത് ഇതുപോലെ കുറെ കേവ്സ് ഇങ്ങനെ ബ്രിഡ്ജിന്റെ ഷേപ്പിലൊക്കെ ആയിട്ട് കാണാം. അടിപൊളി സ്ഥലമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ. മഴ പെയ്യരുതേ എന്നുള്ള പ്രാർത്ഥനയിലാണ് പോകുന്നത്. ഇപ്പൊ ഒന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് എടുത്ത് പെയ്യുമെന്ന് അറിയില്ല. പക്ഷെ പെയ്താലും നമ്മൾ വിടമാട്ടെ അല്ലേ? എന്ത് സംഭവിച്ചാലും നമ്മളിവിടെ മഴയത്ത് നമ്മൾ ബീച്ചിൽ ഇറങ്ങി പിന്നല്ലേ. അതാണ് അയനാപ്പയിലെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു സ്ട്രീറ്റ് ആണ്. രണ്ട് സൈഡിലുമായിട്ട് റെസ്റ്റോറന്റും ഗിഫ്റ്റ് ഷോപ്പും സൂപ്പർ മാർക്കറ്റും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങി രണ്ട് സൈഡിൽ ഇങ്ങനെ നടക്കാൻ പറ്റിയ ഒരു കിടിലം സ്ഥലമാണ്. നൈറ്റ് മാർക്കറ്റ് ഏരിയ ആണ്. നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ നീളുന്ന ലെഫ്റ്റ് പോയിട്ട് നമുക്ക് പോകേണ്ടത്. നമ്മൾ ആ വഴി കാണിച്ചില്ല, കിട്ടില്ലെന്നാണ്. നമ്മൾ മഴയത്ത് നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് അടിച്ചു. ഇങ്ങനെ പോകുമ്പോഴാണ് കംപ്ലീറ്റ് കിട്ടില്ല പ്ലേസ് ആണ് കേട്ടോ. അടിപൊളി സ്ഥലം. പിന്നെ സബ്വേ ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, KFC ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫാസ്റ്റ് ഫുഡ് ചെയിൻസും തന്നെ ഉണ്ട്. എവിടെയോ ഞാൻ ഇതും കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ബർഗർ കിങ്. അതാണ് ബർഗർ കിങ്. ഇതൊന്നും കൂടാതെ ഇവിടെ ഒരുപാട് ടവേൺസ് ഉണ്ട്. ഇവിടെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്നത്. അതുപോലെ ഒരുപാട് എല്ലാ ടൈപ്പ് കുസിൻസും ഇവിടെ കിട്ടും കേട്ടോ. ഹാപ്പനിങ് ആണ്, എല്ലാ സംഭവം ഇവിടെ കിട്ടും അയനാപ്പയില്. കുറച്ച് ഇപ്പൊ ആളുകൾ കുറച്ചും കൂടെ വരുന്നുണ്ടല്ലേ. നമ്മൾ തുടങ്ങി ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയത്ത് ഓരോരോ ആൾക്കാരായിട്ട് വന്നു തുടങ്ങി. എല്ലാ സംഭവം മെഡിറ്ററേനിയൻ. നമ്മളെ ഐലവ് അയനാപ്പ ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുത്തിരുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ ആയ കേപ് ഗ്രേക്കോ നാഷണൽ പാർക്കിന്റെ പാർട്ടായിട്ടുള്ള സീ കേവിലോട്ട് പോവാണ്. അതെ, അതാണ് പുൽക്കൂട്. നേരത്തെ നമ്മളിങ്ങനെ നടന്ന വഴിയാണ്. നേരത്തെ നടന്ന വഴി, അതിന്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആണല്ലോ മെസേ മൈസ്ട്രോ ടവർ ആണ് ഇവിടുത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് മെസേ എന്ന് പറയുന്നത്. മെസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു ഇവിടുത്തെ എന്താ പറയാ, നമ്മളെ മിനി ടിഫിൻ എന്ന് പറയുന്ന പോലെ. അതന്നെ, അതാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ മിനി ടിഫിൻ ഇല്ലേ, അതുപോലെയാണ് ഇവിടുത്തെ മെസേ. അങ്ങനെ ഒരു മെസേ ഒരു ദിവസം കഴിച്ചു നോക്കണം. എനിക്കൊന്ന് 2 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന തോന്നുന്നത്. അത് കഴിച്ചിട്ട് പറയാം, നമ്മൾ കഴിക്കുമ്പോൾ കാണാം. ഒരു ടവർ നോക്കിയേ, അടിപൊളി കേട്ടോ. പണ്ടത്തെ ഒരു മൊണസ്ട്രി പോലെ ആക്കി വെച്ചിരിക്കുന്നു. അതെ, എല്ലാം ഒരു തീമാണ്. മൊത്തം റെസ്റ്റോറൻറ്റ്സ് എല്ലാം നല്ല തീമിലാണ് ആക്കിയിരിക്കുന്നത്. നമ്മളിങ്ങനെ നേരെ നമ്മുടെ വീണ്ടും ആ ഹൈവേ ഏരിയയിലോട്ട് ഇങ്ങനെ പോകാൻ പോവാണ്. നമ്മൾ സ്കൾപ്ചർ പാർക്കിലെത്തി. നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് പോകാൻ പോകണം. അപ്പോൾ ഇതാ ബസ് വരുന്ന 102 ആണ് ബസ് കേട്ടോ. വാട്ടർ പാർക്ക്, സ്കൾപ്ചർ പാർക്കൊക്കെ ഉള്ള മുന്തിരി വള്ളികൾ തളർത്തിരിക്കുന്നത് കണ്ടിട്ട് അതെ ഗൈസ്, മുന്തിരി വള്ളികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാടി പോകുന്നതായിരിക്കും. പച്ച മുന്തിരിയാണ്. അനധികൃതമായി പച്ച മുന്തിരി പറിച്ച അമൃതക്ക് €400 ഫൈൻ. നല്ല പുളിയുള്ള മുന്തിരി, നല്ല പുളിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു സ്കൾപ്ചർ പാർക്കാണ്. ഏകദേശം 200 സ്കൾപ്ചർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. 2014 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ കേട്ടോ ഈ ഒരു സംഭവത്തിൻ്റെ. ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോഴേക്കല്ലേ. 101, 102 കുറേ ബസ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്കൊന്ന് ഓരോ കമ്പനികൾ ഓടിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് വേറെ എന്തൊക്കെ പേരൊക്കെ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. OCR.com.cy. നമ്മൾ ഈ കേപ് ഗ്രേക്കോ നാഷണൽ പാർക്കിലോട്ട് പോകുന്ന വഴിക്ക് അയനാപ്പ എന്നുള്ളൊരു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ആക്സിഡൻറ്റ്. കുറേ ബൈക്കുകാർ ഡേർട്ട് ബൈക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിൽ കൂടെ അഭ്യാസം കണ്ടതാന്ന് തോന്നുന്നു. രക്ഷയില്ലല്ലോ. എന്തൊക്കെ കളിക്കണ്ട, അഭ്യാസം കളിക്കുന്നുണ്ട് അവിടുന്ന്. പെരങ്ങി വീണ അവിടെ അല്ലേ. ചിലപ്പോൾ അത് അതിൻ്റെ ഒരു പാർട്ടായിരിക്കും. ആക്ഷൻ കളിച്ചാണല്ലേ. എന്തൊരു സൗണ്ട് അതിനല്ലേ, ഭയങ്കര സൗണ്ടാണല്ലോ. MVD പിടിക്കൂലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും.
അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അയനാപ്പ ഇൻ്റർനാഷണൽ സ്കൾപ്ചർ പാർക്കിലാണ്. ഇതൊരു ഓപ്പൺ സ്കൾപ്ചർ മ്യൂസിയം ആണ്. അതുകൂടാതെ കാക്ടസ് പാർക്കും കൂടെയാണ്. അപ്പോൾ 2014 ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. ഏകദേശം 200 സ്കൾപ്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ വെച്ചുള്ള ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കിയ 200ഓളം സ്കൾപ്ചറുകൾ ഇതിനുള്ളുണ്ട്. കാണുന്നില്ലേ? ഇത് പുതിയതാണ്, അത് പഴയതല്ല, ആർക്കിയോളജിക്കൽ സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ ഇവിടെ വന്ന് 2014 ഉദ്ഘാടനം കഴിഞ്ഞൊരു സംഭവം. ആദ്യം തന്നെ കയറുമ്പം തന്നെ 7th അയനാപ്പ ഇൻ്റർനാഷണൽ സ്കൾപ്ചർ സിമ്പോസിയത്തിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. തോമസ് ഒലീവിയ അഗ്വേരോ എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയ സ്കൾപ്ചറാണിത്. അങ്ങനെ ഒരുപാട് സ്കൾപ്ചേഴ്സ്, 200 സ്കൾപ്ചേഴ്സ് ഇതിനുള്ളിലുണ്ട്. അപ്പോൾ നമ്മളങ്ങ് അവിടെയാണ്. ഇതിൻ്റെ പബ്ലിക് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ താഴോട്ടുണ്ട് കേട്ടോ. അതൊരു ഹോട്ടലാണ്. അവിടെ പബ്ലിക് പാർക്കിംഗ് അവിടെ ചെയ്യാൻ പറ്റും. ഇതൊരു ടാവേൺ ആണ്. ടാവേൺ എന്ന് വെച്ചാൽ ഇവരെ ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന സ്ഥലം. ഇവിടുത്തെ ഹോട്ടലാണ് ടാവേൺ. ബൈ ദ വേ ഇവിടുത്തെ എൻട്രി ഫ്രീ ആണ് കേട്ടോ. ആ അതെ, ഫ്രീ എൻട്രി ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. നേരെ വന്ന് കയറിയിട്ട് കണ്ടിട്ട് ഫോട്ടോ കണ്ടിട്ട് ബർത്ത് ഓഫ് ലവ് അഫ്രോഡൈറ്റിന്റെ ഇതെന്ന് വെച്ചാൽ ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ സ്കൾപ്ചർ ആക്കി വെച്ചിട്ടുള്ളത്. ഫുൾ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ സ്കൾപ്ചർ ആക്കി വെച്ചിട്ടുള്ളത്. ഇതിപ്പോ അടുത്തുനിന്ന് കാണുന്നേക്കാട്ടി ദൂരത്തുനിന്ന് കാണുന്നതാണ്. ദൂരത്തുനിന്ന് കാണുമ്പോൾ മുകളിൽ നിന്ന് കാണുന്ന സമയത്ത് ഏരിയൽ വ്യൂ ആവുന്ന സമയത്ത് നല്ല രസമായിരിക്കും കാണാൻ. ഇവിടെ ഉള്ള ഓരോ സാധനേ 2 കളർ മിക്സ്, വെള്ളയും ഇതൊക്കെ കാണുന്നുണ്ടല്ലേ. ഇത് കളർഫുള്ള് നോക്ക്. എടേ നോക്കണേ, അതിനകത്ത് എന്തോന്നാണ്? നോക്കണേ, ഒലീവ്സ്, ബ്ലാക്ക് ഒലീവ്സ്. മുന്തിരിങ്ങ കിടക്കുന്ന പോലെ കിടക്കുന്നു. കഴിച്ചോക്കട്ടാ. ഒലീവ് ഒന്ന് കഴിച്ചിട്ടൊക്കെ അല്ല, തളച്ചിട്ടൊക്കെ കഴിച്ചോട്ടാ. കഴിച്ചിട്ട് സംഭവം പിക്കിൾഡാണ് ടേസ്റ്റ് കേട്ടാ. ഇതിന് കൈപ്പന്നെയാണ്. നമ്മൾ കഴിച്ചോക്ക്. വായി നിറച്ച് എന്തൊക്കെ ചോന്നളറ കഴിച്ചോക്ക്. എനിക്കണ്ട ചോന്നളറ്. ഇത് ഒലീവ് തന്നെയാണെന്ന് തന്നെ അല്ലേ? ഒലീവ് തന്നെയാ. കയ്പാ. അതുപോലെ ഇതാ ചുവന്ന കളർ, റെഡ് കളറുണ്ട്. ബൈ ദ വേ ഈ ഒരു ഡിസംബർ ജനുവരി ഒലീവ്സിന്റെ ഹാർവസ്റ്റ് സീസൺ ആണ് ഇവിടെ. അവിടെ ഏതാ കാക്ടസും ഉണ്ട്. ഇവിടെ കാക്ടസ് പാർക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. കാക്ടസും ഉണ്ട്, സ്കൾപ്ചേഴ്സും ഉണ്ട്. ഇതെന്താ ഇവിടെ? മത്സ്യകന്യകനും മത്സ്യകന്യകയും ഇൻ ലവ്. അതിന്റെ ഇടയിൽ കട്ടുറുമ്പാ. കന്യക വരൂ, നമുക്കൊരു ഫോട്ടോ. ഈ കന്യക അതിന്റെ ഇടയിൽ കട്ടുറുമ്പ. കന്യക വരൂ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ നിന്ന് കിടിലം വ്യൂ അല്ലേ, മെഡിറ്ററേനിയൻ സീന്റെ അടിപൊളി വ്യൂ. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. അതാണ് മെഡിറ്ററേനിയൻ സീ. ഇതിൻ്റെ അങ്ങേ സൈഡിൽ ആ ഏരിയയിൽ എവിടെയാണ് നമ്മൾ നിസി ബീച്ച്, നിസി ഐലൻഡിലൊക്കെ പോയി തകർത്ത് തിമിർത്തത്. ഇതിൻ്റെ പ്രത്യേക എൻഡിലോട്ടാണ് നമ്മുടെ സീ കേവ് പോകേണ്ടത്. സ്കൾപ്ചർ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള ഒരു ഒബ്സർവേഷൻ ഡെക്കാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ, നമ്മുടെ മെഡിറ്ററേനിയൻ സീൻ്റെ വ്യൂ കിട്ടും. മെഡിറ്ററേനിയൻ സീ നല്ല അടിപൊളിയായി നിൽക്കുകയാണ് ഇപ്പോൾ. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എൻഡിലതാ നല്ല ഗോൾഡ്, സിൽവർ കളറിൽ, സിൽവർ കളറിൽ ഇങ്ങനെ കണ്ടോ? അവിടെ മാത്രം സൂര്യൻ്റെ വെളിച്ചം വീഴുന്നുണ്ട്, കാണുന്നില്ലേ? അതിന് മുകളിൽ ഇവിടെ നിന്ന് സൂര്യൻ്റെ വെളിച്ചം അവിടെ മാത്രം വീഴുന്നു. ഇങ്ങോട്ടൊക്കെ മേഘത്തിൻ്റെ താഴെയാണ്, അവിടെ നിന്ന് ഇരുണ്ടിട്ടാണ്. കണ്ടോ? കിട്ടില്ല വ്യൂ ആണ് കേട്ടോ അത്. ഇവിടെ എല്ലായിടത്തേക്കും ഇൻ്റർസിറ്റി ബസ്സസ് എന്ന് പറഞ്ഞിട്ട് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഇതിൽ ടൈമിംഗ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൾപ്ചർ മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള ടൈമിങ്, എല്ലാ ബസ്സുകളുടെയും ടൈമിംഗ് ചെയ്ത് ഓരോ സ്ഥലത്തുനിന്ന് വരുന്നതിൻ്റെ ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈം കീപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബീച്ചിലോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് പോകുന്ന തരത്തിലുള്ളൊരു വ്യൂ അല്ലേ? നമ്മൾ മുകളിൽ നിന്ന് സ്കൾപ്ചർ പാർക്കിന്റെ അവിടെ നിന്ന് കണ്ട ആ ഒരു ഏരിയ ആണ് ഇത്, ബീച്ച് സൈഡ്. ഇവിടെ ആളുകൾ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ഓരോ സൈഡിലും ഓരോ ബീച്ചിന് ഓരോ പേരാണല്ലേ. ക്ലിഫ് പോലെ അല്ലേ? ഇങ്ങനത്തെ ഒരു ഏരിയ തന്നെ നമ്മൾ പോകുന്നു, സീ കേവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സീ കേവിലൂടെ പോണ വഴിക്ക് സ്കൾപ്ചർ പാർക്ക് കണ്ട് നിർത്തിയതാണ്. നല്ല വെയിലുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ബസ് വന്നു.
നീറ്റാണ് കേട്ടോ, പക്കാ നീറ്റാണ്, എല്ലാം നീറ്റാണ്, രക്ഷയില്ലാത്ത സ്ഥലം. ഇത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഏരിയ ആണിത്. നമ്മളെ സീ കേവിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. സീ കേവ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ലോങ് ഏരിയ ആണ്, ബീച്ച് സൈഡാണ്. സീ കേവ് പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ കണ്ടുപിടിക്കണം ഏതാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സ്കൾപ്ചർ മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ എത്താൻ വേണ്ടി സീ കേവിലോട്ട്. ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങണം. മണ്ണ് റോഡാണ്, ഡേർട്ട് റോഡാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം താഴോട്ട് ഇറങ്ങാൻ. വണ്ടി ഗ്രിപ്പ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ എന്നാലും ഇവിടെയാണ് അതിൻ്റെ പാർക്കിംഗ് വരുന്നത്. ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നടക്കണം. എന്താ പച്ചപ്പല്ലേ, വാവ് ഇല്ല. ഇങ്ങനെ ഹൈക്ക് ചെയ്ത് പോകണം. ഇവിടെ ഹൈക്കിംഗ് ആണ് ഈ സൈഡിലൊക്കെ ഉള്ള മെയിൻ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ പോകുന്ന വേറെ സ്ഥലങ്ങളായാലും നമ്മൾ വില്ലേജ് ഏരിയയിലൊക്കെ പോകുന്നുണ്ട്. നാളെ പോകുന്ന വില്ലേജ് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഹൈക്കിംഗ് ആണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പം വെസ്റ്റേൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പാഫോസിലായാലും അവിടെയും ഹൈക്കിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ ഹൈക്കിംഗ് ഗ്രൗണ്ട്സാണ് കൂടുതലുള്ളത്. ആക്സസ് ഓൺലി ഫോർ ആംബുലൻസ് ആൻഡ് ഫയർ ട്രക്സ്. ഓ, ഇങ്ങോട്ട് വണ്ടി എടുത്ത് പോരുത്. ആംബുലൻസ് ആൻഡ് ഫയർ ട്രക്സ് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകാം. ഇങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയാണ് ഫ്രീ പാർക്കിംഗ് ഉള്ളത്. ഇങ്ങോട്ട് വണ്ടി എടുത്ത് വരാൻ അവർ പറയുന്നില്ല. അതുപോലെ വെള്ളം കുത്തിയൊലിച്ച് നമുക്ക് ഇത് കണ്ട, നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിയൊലിച്ച് പോവും. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് കാലിയാക്കണം. ഇതാണ് നമ്മുടെ സീ കേവ് വരുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, കൊട്ടാരം കെട്ടിയ പോലെയാണെന്ന് ഞാൻ പറയുന്നത്. ഇത് കാണുന്നില്ല, ഇങ്ങനെ ഒരു കൊട്ടാരത്തിൻ്റെ വലിയ തൂണുകൾ വെച്ച പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ സീ അടിച്ചടിച്ചടിച്ച് കൊറോഷൻ സംഭവിച്ചിട്ട് ഇങ്ങനെയായി മാറുന്നതാണ്. ഇങ്ങനെയാണ് സീ കേവ് വരുന്നത്. ഇവിടെ ഒരു സീക്രട്ട് കേവും കൂടെ ഉണ്ട്. അത് എവിടെയാണെന്നുള്ള എക്സാക്ട് ലൊക്കേഷൻ എന്ന് അറിഞ്ഞൂടാ, നോക്കണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കാനുള്ള സംഭവം കൊണ്ട് കാണില്ല. റഫ് സീ ആണ്, നല്ല റഫ് സീ ആണ്. നമ്മൾ നിസി ബീച്ചിൽ പോയി നിസി ഐലൻഡിലോട്ട് പോയപ്പോൾ കണ്ട സെയിം സംഭവം തന്നെയാണ്. നമ്മളിങ്ങനെ ഇങ്ങനൊരു ഇതിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ നടന്നിട്ട് കാണിച്ചു തന്നത്. സെയിം സംഭവം തന്നെയാണ്, അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി സംഭവം. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, ഇരിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ അത് ഒരു വീഡിയോ കണ്ടില്ലേ, ഇതിന്റെ ഇടയിൽ കൂടി ഇറങ്ങിയിട്ട് ആ കേവ്. ആ അതെ അതെ, അത് ഇത് തന്നെയാണോ? ആ അത് തന്നെ, ഇവിടെ തന്നെ ഈ ഗ്യാപ്പിലാണ്. ആ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടിയാണ്. കൊള്ളാം. അങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എങ്ങനെയാ താഴോട്ട് ഇറങ്ങണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. ആളുകൾ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങണ്ടേ? ഓ, ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ പറ്റും. ഇറങ്ങി നോക്കട്ടാ, അവിടെ ആളുണ്ട് കണ്ടാ, സംസാരം ലൈൻ ബൈ ലൈൻ നിൽക്കുകയാണ്. ആണോ? സാഹസികത ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇറങ്ങാം അല്ലേ? അതുവഴി ഇറങ്ങണം. ഏത് വഴിയാണ്? ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുവഴി ഇടയിൽ കൂടി ഇങ്ങനെ പോണം. എന്താ ഇവരെങ്ങനെ പോയെന്തോ? എന്തോ യു ഗോ ദിസ് വേ. അപ്പോൾ സാഹസികമായി അതിസാഹസികമായി നമുക്ക് ചാടി ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇറങ്ങി പറ്റി. യെസ്, വീണ്ടും ഒന്നിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സീക്രട്ട് കേവിനുള്ളോട്ട് എക്സൈറ്റഡ്. നമ്മളിവിടെ അത്രയും ആന്റിസിപ്പേറ്റ് ചെയ്ത് വന്നൊരു സ്ഥലമായിരുന്നു. അടിപൊളി. ആഹാ. അപ്പം നമ്മൾ നിസി ഐലൻഡ് കണ്ടതുപോലെയല്ല, നിസി ബീച്ച്. അടിപൊളിയാട്ടോ. എന്താണത്? കിടു കിടു. ചിപ്പൊക്കെ ഇതിനുള്ളിൽ കയറി കിടക്കുന്നുണ്ടല്ലോ. എങ്ങനെ അതുപോലെ വെള്ളം ഊറ്റി നോക്ക്. മുകളിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴയെന്ന് ഇങ്ങനെ ഉറ്റുന്നതാ സംഭവം. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിയാണ്. അതാണ് സംഭവം. എപ്പോഴും നമ്മൾ എത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ടാണല്ലോ അതിൻ്റെ ബ്യൂട്ടീൻ്റെ ഇത് കിടക്കുന്നത്. വാവ്. എല്ലാം കേവ് പോലെ ഉള്ളതുകൊണ്ടാണ് സീ കേവ്സ് എന്ന് അറിയപ്പെടുന്നത്. ആക്ച്വലി ഇതിന്റെ താഴെ കൂടെ നടക്കാം.
അങ്ങനെ സീക്രട്ട് കേവ് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളി മോനെ, ഒരു രക്ഷയില്ല സംഭവം കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സൈപ്രസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകണം, താഴോട്ട് ഇറങ്ങണം കേട്ടോ. പക്ഷെ നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് പോകണം കേട്ടോ. വെറുതെ പോയിട്ട് നമ്മൾ പോയിട്ട് നിലത്ത് വീണെന്ന് പറയരുത്. കുറച്ച് റിസ്ക് എടുത്തിട്ട് പോകേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും വെർത്താണ് സംഭവം. ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു സീ കേവ് ഉള്ളത് ഈ ഒരു രാജ്യത്ത് മാത്രമാണ്. അതെ, അടിപൊളി സംഭവം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സീ കേവ് ആക്ച്വലി കേപ്പ് ഗ്രെക്കോ നാഷണൽ പാർക്കിൻ്റെ പാർട്ടാണ്. അതുപോലെ സമയം 4 മണി ആകുമ്പോഴേക്കും ഏകദേശം ഇരുട്ടി തുടങ്ങി. ഇവിടെ 5-5:30 വരെ ഉള്ളൂ. അപ്പോഴേക്കും സൺസെറ്റ് ആണ്. നേരത്തെ ഉറങ്ങാൻ പോകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് കേപ്പ് ഗ്രെക്കോ നാഷണൽ പാർക്കും കൂടെ പോകാനുണ്ട്. കേപ്പ് ഗ്രെക്കോ നാഷണൽ പാർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് സീക്രട്ട് കേവ് ഉള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഏരിയ കംപ്ലീറ്റ് ഒരു റിസർവ് ഫോറസ്റ്റ് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ്. കൺസർവേഷനൊക്കെ ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് റൈറ്റ് ആണ് പോകാൻ പറയുന്നത്. ഓക്കെ, ശരി. കേവ് ഗ്രെക്കോ 2 കിലോമീറ്റർ. ഇങ്ങനെയാണ് അതിന്റെ വഴി. ഇവിടെ എന്തൊക്കെ കെട്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, ഒരു എക്സ്പീരിയൻസ് സെന്റർ പോലെയൊക്കെ സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങനെ അതിന്റെ എൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, കുറേ സംഭവം കാണാനുണ്ട് കേട്ടോ. നാച്ചുറൽ ബ്രിഡ്ജ്, അയോയി അങ്ഗ്രോ ചാപ്പല്, പിക്നിക് സൈറ്റ് ഒക്കെ ഉണ്ട്. അത് കിട്ടില്ല വഴിയാണ് കേട്ടോ. അതെയാ, അങ്ങോട്ട് പോകണം. ഇതിപ്പോ എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. നിങ്ങൾ രാവിലെ തന്നെ നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ, ഫുള്ള് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വീഡിയോ കമന്റ് ഇടണേ. നമ്മളെ വഴി കാണിക്കുന്ന അങ്ങ് എൻഡിലോട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകാനാണ്. അങ്ങ് ആ എൻഡ് കാണുന്നില്ലേ, അവിടേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആണ്. നാഷണൽ പാർക്കിൻ്റെ ആ ഏരിയ അങ്ങോട്ടുള്ളത് ക്ലോസ്ഡ്, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങോട്ട് നടന്നു നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എന്താണെന്ന് നോക്കാം. സെയിം തന്നെയാണ്, സീ കേവ് തന്നെ ആവാനാണ് ചാൻസ്. എന്നാലും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നിസി ബീച്ച് കാണാം കേട്ടോ. സൈപ്രസിൻ്റെ ഈസ്റ്റേൺ എൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുന്നില്ലേ, ആ എൻഡ് എന്ന് പറഞ്ഞതാ. മാപ്പ് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുള്ള സ്ഥലം എന്ന് വെച്ചതാ ഇവിടെയാണുള്ളത്. കാണുന്നില്ലേ, എന്താണ് കേപ്പ് ഗ്രെക്കോ പെനിൻസുല. ഇതാണ് ഏറ്റവും എൻഡ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ റോഡ് ക്ലോസ്ഡ് ആണ്, ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അവിടെ ഇതാണ് എൻഡ്. ആ എൻഡിൽ നമ്മളിതാ കേപ്പ് ഗ്രെക്കോ ബീച്ച് ബെഞ്ചല്ലേ, ആ ബെഞ്ച് അവിടെ ഇതേ കിടക്കണം. ഇതാണ് ബെഞ്ച്. അപ്പോൾ ആ ബെഞ്ചിൻ്റെ അടുത്താ നമ്മൾ വന്ന് നിൽക്കണം, ഈസ്റ്റേൺ എൻഡിൽ. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാൽ വെസ്റ്റേൺ എൻഡിലോട്ട് പോകുന്നുണ്ട് അല്ലേ. നമ്മൾ ഇറങ്ങിയത് സതേൺ എൻഡിലാണ്, പക്ഷെ നോർത്തേൺ എൻഡിലോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഒക്യുപ്പൈഡ് ഏരിയ ആണ്. ഞങ്ങൾക്ക് വിസയൊക്കെ കിട്ടിയത് നമ്മൾ തിരുവനന്തപുരത്തോട്ട് വിളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് കേന്ദ്രത്തിലുണ്ടടാ പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ആക്ച്വലി വല്ല എന്താണ് യൂറോപ്യൻ പാസ്പോർട്ടോ UK പാസ്പോർട്ടോ US പാസ്പോർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അവിടെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ത്യൻ പാസ്പോർട്ടിന് അതിന് അത്ര സ്ട്രോങ് എത്തിയില്ല. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ എത്തുന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെക്കല്ലേ. എല്ലാവരും കൂടെ ആഞ്ഞു ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മളെ പാസ്പോർട്ടിന് കുറച്ചുകൂടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വിസ ഓൺ അറൈവലും അങ്ങനെയൊക്കെ സംഭവം ഫ്രീ വിസ മുന്നത്തെ പോലെയല്ല നമ്മളെ പാസ്പോർട്ടിന്. പക്ഷേ സ്റ്റിൽ ഇനിയും ഇംപ്രൂവ് ആവാനുണ്ട്. ഇംപ്രൂവ് ആയി അങ്ങനെയൊക്കെ ആവുന്നുള്ള പ്രതീക്ഷ നമുക്ക് കൈവെടിയാതിരിക്കാം അല്ലേ. അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ? ഇനി ഇവിടെ വരുന്ന വഴിക്കൊരു ബ്രിഡ്ജോ അങ്ങനെ എന്തോ കണ്ടിരുന്നു. അതെ. അപ്പോൾ അതൊന്ന് കാണാം. ഈ ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ കല്ലിങ്ങനെ പൈലപ്പ് ചെയ്ത് വെച്ചതുപോലെ. അതെ. അതുപോലെ മഴയും വരുന്നുണ്ട് കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണി കിട്ടും. അതിന് മുന്നേ നമുക്ക് വിടാം. കേപ്പ് ഗ്രെക്കോ നാഷണൽ പാർക്കിലെ വേറൊരു വണ്ടറാണ് ഈ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കാണുന്നില്ലേ? പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല. ബ്രിഡ്ജ് മേ കൊളാപ്സ് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ മുന്നേ ഒക്കെ നടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ ഇങ്ങനെ മുന്നോട്ട് ഇത് ചാടിയാൽ അങ്ങോട്ട് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കിങ്ങനെ കാണാം. നമ്മൾ നേരത്തെ പോയി ആ ഒരു കേവ് ഉണ്ടല്ലോ, അതിൻ്റെ സെയിം സംഭവം തന്നെ. പക്ഷേ ഇതൊരു ബ്രിഡ്ജാണ്. ആക്ച്വലി നടക്കാനൊക്കെ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ആൾക്കാർ കയറി എനിക്ക് തോന്നുന്നത് വീഴാൻ തുടങ്ങി. അതാണ് സംഭവം.
കേപ്പ് ഗ്രേക്കോ നാഷണൽ പാർക്കിന്റെ എൻഡിലോട്ട് ഇതാ ഇങ്ങനെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. അയ്യോയ് അനാഗിറോയ് ചർച്ച് എന്നാണ് അതിന്റെ പേര്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നേരെ കടലിലോട്ടാണ് അതിന്റെ വ്യൂ വരുന്നത്. അടിപൊളി. വാവ്, ബ്ലൂ കളറൊക്കെ അടിച്ചിട്ടേ. ചെറിയൊരു ചർച്ചാണ്, അങ്ങനെ വലിയ ഇതൊന്നുമല്ല. ആ ഒരു വ്യൂവിനാണ് എല്ലാം കിടക്കുന്നത്. അവിടെ അങ്ങൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇതാണ് ചർച്ച്. ഇങ്ങനെയാണ് അതിൻ്റെ ചർച്ച് എടുക്കാറല്ലേ. അപ്പം ഇങ്ങനെ ഒരു ഡോറുണ്ട്. ഇതാ ആ ചർച്ചിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. ഇത് കാണുന്നില്ലേ? ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ. ചർച്ചിൻ്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി ചർച്ചിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് പുറത്തോട്ട് ഇങ്ങനെ നടക്കാനൊരു വഴി വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇത് വേറെ എവിടെ ഇല്ല അല്ലേ? ഈ ഒരു ഇങ്ങനെ ക്ലിഫിലൊന്നും ഇങ്ങനെ വെച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നടന്ന് അതിന് മുകളിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയുള്ള സ്റ്റെപ്പും കാണുന്നുണ്ട്. നമുക്ക് താഴോട്ട് ഇറങ്ങി അയ്യടാ നോക്ക്, ഒരു ഹാങ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ബ്രിഡ്ജ്, ഒരു കല്ല് കണ്ട. വാവ്, അത് കൊള്ളാലോ അല്ലേ? വാ ഇറങ്ങി നോക്കാം. വാവ്. അപ്പോൾ കേപ്പ് ഗ്രേക്കോ നാഷണൽ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. എമർജൻസി യൂസ് ഓൺലി ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട്. വഴുകുന്നൊന്നുമില്ല, പക്ഷെ നല്ല സൂക്ഷിച്ച് ഇറങ്ങാം. എന്താ പറ്റി, വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്തായാലും ഇതാണ് താഴെ ഇറങ്ങിയാലേ വ്യൂ. അത് നോക്കിയേ, വാവ്, അത് കിടൂട്ടോ, അടിപൊളി. ഇതിങ്ങനെ ഇവിടെ ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട്, പക്ഷെ ഇവിടെ നല്ല വഴുക്കുണ്ട് കേട്ടോ. നല്ല വഴുക്കുണ്ട്, സൂക്ഷിച്ചിറങ്ങണം. വാവ്, ഇതൊരു കേവ് ആണ്. ഇത് കാണുന്നില്ലേ, അടിപൊളി. ഇതാ ഇതിന്റെ കേപ്പ് ഗ്രേക്കോ നാഷണൽ പാർക്കിന് ഒരു എൻഡ് വേണേൽ പറയാം. എൻഡിലോട്ട് എത്തിയിട്ടാണ് ഇതാ ഫുള്ള് ഇതാ ഇരുട്ട് പിടിച്ചൊരു കേവ് പോലെ. നോക്ക്, വാവ്, ഇങ്ങനെയാണ് അതിൻ്റെ കിടക്കുന്നത്. കടവെള്ളം നോക്ക്, നല്ല പാല് പോലെ വെളുത്ത് വരുന്നത്, ഇങ്ങനെ അടിച്ചിട്ട്. ഈ ഒരു കേവിന്റെ പേരാണ് സങ്കൂലി കേവ്. നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കിട്ടും. നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ചർച്ചും കണ്ടിട്ട് ഇങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ട് പോകാട്ടോ. അടിപൊളിയാണ്, കിടിലൻ പ്ലേസാണ്. കുറച്ചുകൂടെ ഒന്ന് നേരത്തെ ആണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടിയേനെ. ഇപ്പം ഇങ്ങനെ ഇരുട്ടായി വരികയാണ്, പക്ഷെ എന്നാലും കൊള്ളാം, അടിപൊളിയാണ് വ്യൂ. നമ്മളങ്ങനെ പ്രോട്ടറാസിലെ ഫിഗ് ട്രീ ബേയിൽ എത്തിയിട്ടുള്ളത്. ഇത് ഫിഗ് ട്രീ ബേ ഒരു ബീച്ചാണ്. നമ്മൾ രാത്രിയാണ് എത്തിയത് അല്ലേ, വെളിച്ചൊന്നുമില്ല ബീച്ചിലോട്ട്. ഒരു ഫിഗ് ട്രീ ഉണ്ട്. ആണോ? അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ്. എനിക്കൊന്ന് കുറച്ച് പകൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഹാപ്പനിങ് പ്ലേസ് ആണ്. മാത്രമല്ല ഇപ്പോൾ ഇതൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ആയതുകൊണ്ടേ ഓൾമോസ്റ്റ് എല്ലാ ഇവിടുത്തെ ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. വീക്ക് ഡേയ്സിൽ വരണം, വീക്ക് ഡേയ്സിൽ വന്നാലും മാത്രമേ കാര്യമുള്ളൂ. എന്നാലും ഇതാണ് നിങ്ങൾക്ക് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നിങ്ങൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് വിചാരിക്കേണ്ട, അടിപൊളി സംഭവമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചാണ് സൈപ്രസിലെ ഫിഗ് ട്രീ ബേ എന്ന് പറയുന്നത്. അതുപോലെ പ്രോട്ടറാസ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നതും ബീച്ചുകൾക്ക് പേര് കേട്ടൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്കൊരു ഫിഗ് ട്രീ ഐലൻഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ബീച്ചിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നല്ല, മറ്റേ നിസി ഐലൻഡ് പോലെയല്ല, നീന്തിയൊക്കെ പോകാൻ പറ്റും. നീന്തൽ അറിയുന്നവർക്ക് പോകാൻ പറ്റും. എലിന ഡീക്കോ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ടാവേൺ, ഒരു സൈപ്രസ് ടാവേൺ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇതാണ് അവരുടെ മെനു കേട്ടോ. ഇങ്ങനെയാണ് മെനു ഉള്ളത്. നമ്മളിതിൽ നിന്ന് ഇത് വെജിറ്റേറിയൻ ഡിഷസിൽ ഇത്രയും വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട്. വെജിറ്റബിൾ മൊസാക്ക, വെജിറ്റബിൾ ലസാന, വെജിറ്റബിൾ മീറ്റ് ബോൾസ്. ഇത് മീറ്റല്ല, വെജിറ്റബിൾ ബോൾസ് ആണ് കേട്ടോ. ഡോൾമാഡീസ് ഉണ്ട്, പിസ്സ വെജിറ്റേറിയൻ ഉണ്ട്, സ്പഗേറ്റി, വെജിറ്റബിൾ ബർഗർ ചിപ്സ്. അതിൽ നമ്മൾ ഈ വെജിറ്റബിൾ മൊസാക്കയും വെജിറ്റബിൾ മീറ്റ് ബോൾസും പറഞ്ഞ് ഒരു സൈപ്രസ് കോഫിയും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ സാധനങ്ങളുള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. നമ്മൾ സർവ് ചെയ്യുന്നവരോട് ചോദിച്ചാണ് എന്താണ് നല്ലതെന്ന്. അപ്പോൾ അവർ പറഞ്ഞ സംബന്ധിച്ച് 2 സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു അല്ലേ. ഇതാണ് അവരുടെ മെനു വരുന്നത്. ഞാൻ ആംബിയൻസ് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ബ്രെഡ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർവ് ചെയ്ത് ഈ നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് ഒന്നിച്ച് വെജിറ്റബിൾ മൊസാക്കിന് പിന്നെ മീറ്റ് ബോൾസ് വന്നിട്ട് ഫ്രൈസ്, സാലഡ്, റൈസ് കൂടെ വരും അല്ലേ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലേ. നമ്മൾ ഫിഗ് ട്രീ ബേയിലേക്ക് വന്നതാണ്. ഫിഗ് ട്രീ ബേയിലേക്ക് വന്ന സമയത്ത് ഫുള്ളി ഇട്ടായിരുന്നു. അവിടെ വന്ന സമയത്ത് കണ്ടാണ് ഈ ഒരു ടാവേൺ. ഒന്നുകൂടി കണ്ടായിരുന്നു. അടിപൊളിയാണ് സംഭവം. ലുക്കാക്കിയിട്ടുണ്ടല്ലേ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓണർ കേട്ടോ. ഇതാണ് ഓണർ. പിന്നെ നമുക്ക് ഓർഡർ എടുത്തൊരു ആളുണ്ട്.
അതാ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത്. അടിപൊളി. താങ്ക് യു. അപ്പോൾ നമ്മളെ ഡിഷ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് വെജിറ്റബിൾ മീറ്റ് ബോൾസ്. ഓക്കെ, ഇതാണ് വെജിറ്റേറിയൻ മീറ്റ് ബോൾസ്. ഇത് മൊസാക്ക എന്നാണ്. കൊള്ളാം, അടിപൊളി. കാണാൻ നല്ല ലുക്കുണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ, കുറച്ച് ചോറും ബാക്കിയുള്ള സാധനങ്ങളും അങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിൾ മൊസാക്ക എന്നുള്ള സാധനം നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. ഇത് എഗ് പ്ലാന്റും പൊട്ടാറ്റോയും കൂടിയാണ്, ചീസും ഇതൊക്കെ ഇട്ടിട്ടുള്ള സാധനമാണ്. നമുക്ക് അടിപൊളി ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രക്ഷയില്ല, അടിപൊളി. ഇനി ഈ വെജിറ്റബിൾ മീറ്റ് ബോൾസ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇതാണെന്ന് തോന്നുന്നു, കോളിഫ്ലവർ അല്ലെങ്കിൽ അങ്ങനെ സാധനം, ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവറാണ്. അത് ഇത് മുക്കിയിട്ട് ഓക്കെ. കൊള്ളാം. ഇത് ഒരു രക്ഷയില്ല, പൊളി സാധനം കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യണം. ആക്ച്വലി മീറ്റ് കൊണ്ടുണ്ട് കേട്ടോ. മീറ്റ് മൊസാക്ക ഉണ്ട്, നമ്മൾ വെജിറ്റബിൾ മൊസാക്കയാണ് ഓർഡർ ചെയ്തത്. മീറ്റ് മൊസാക്ക ഉണ്ട്. ഇത് അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. കഴിച്ച് നമ്മളതൊരു സൈപ്രസ് കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കോഫി. അതുപോലെ ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതല്ലേ, ഒരു കേക്കും. അതുപോലെ ഇത് ഇവിടെ ഓണറുടെ ഗാർഡനത്തിൽ ഉണ്ടായതാണ്, ഒരു ചെറിയ ഓറഞ്ച്. ഇത് കൊള്ളാലല്ലേ, സ്മോൾ ഓറഞ്ച്. അതുപോലെ വലിയ ഓറഞ്ചിൻ്റെ ഒരു കഷ്ണം ഇവരെ ഗാർഡനത്തിൽ ഉണ്ടായതാണ് കേട്ടോ. ഇതിൻ്റെ പിറകെ തന്നെ അവരുടെ ഏരിയ ഉണ്ട്. അവിടെ ഒരുപാട് സംഭവമുള്ള ബനാന, ഓറഞ്ച് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത്, ഫിഗ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത്. അടിപൊളി. ഈ ചെറിയ ഓറഞ്ച് ഉണ്ടല്ലോ, അതുപോലെ എടുത്ത് കഴിക്കാം. ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടോ, മധുരമുണ്ട്, തൊലി മാത്രമല്ല. സൈപ്രസ് കോഫി ഉണ്ട്, നല്ല സ്ട്രോങ് കോഫിയാണ്. നമുക്ക് UAE എന്നുള്ളവർക്ക് തുർക്കിഷ് കോഫി കേട്ടിട്ടുണ്ടാവും, സെയിം ടൈപ്പ് സംഭവമാണോ. ഇതെന്തോ ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല, അങ്ങനത്തെ ചെറിയതാണ് വരിക. കാരണം സ്ട്രോങ് കോഫി ആയതുകൊണ്ട് അധികം ക്വാണ്ടിറ്റി കാണില്ല. ലാറ്റെ രാവിലെ ഒരു ലാറ്റെ കുടിച്ചിരുന്നു എൻ്റെ അമ്മ ഇപ്പോഴും കിടക്കുന്ന തന്നെ. ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ മാരുടെ കൂക്കിക്കൊണ്ടിരിക്കുന്ന നോക്കിയത്, അപ്പോഴാണ് ഇഷ്ടമുള്ള തത്തമുള്ള ഇവിടെ. ഡിഫറെൻറ്റ് കളർ, ചുവന്ന കളർ, പച്ച തത്തയല്ല, ചുവന്ന തത്ത. നോക്കിയേ, അവളല്ലേ അതുപോലെ സാധനം അല്ലേ. ട്രഡീഷണൽ സംഭവമാണ്. ഒരു ബൈക്കൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഡേർട്ട് ബൈക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. എന്തായാലും അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. എലിന ഡീക്കോ എന്നാണ്, ഫിഗ് ട്രീ ബാൻഡ് അടുത്താണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ല ഓണേഴ്സും, നല്ല അടിപൊളി, സൂപ്പർ. ഇതാട്ടോ എലിന ഡീക്കോ എന്ന് പറഞ്ഞ ടാവേൺ ആണ്. അടിപൊളി കേട്ടോ, നല്ലൊരു ആള്. അവര് നമ്മളോട് അവിടെ ബാക്കിൽ ഒരു ഓർച്ചാർഡ് ഉണ്ട്, ഓറഞ്ച് ഓർച്ചാർഡ്, അവരുടെ സ്വന്തം ഫാമാണ്. അങ്ങോട്ട് വന്നിട്ട് നോക്കാമെന്ന്. കുറച്ച് രാത്രി ആയതുകൊണ്ടാണ്. രാത്രി അല്ലെങ്കിൽ നമുക്ക് പകൽ വന്നിട്ട് എപ്പോഴാണെന്ന് വെച്ചാൽ വന്നാൽ മതി, നിങ്ങൾക്ക് കയറി അതൊക്കെ കണ്ടിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, പറ്റിയാൽ നമുക്ക് വരണം. എന്തായാലും അടിപൊളി സ്ഥലം അല്ലേ. ഇവിടെ വന്നത് പിന്നെ നമുക്ക് നല്ലോണം മനസ്സിലായി, സൈപ്രസ് എല്ലാം ഭയങ്കര ആതിഥ്യ മര്യാദക്കാരാണ്. എല്ലാം വരുന്ന ഹോസ്പിറ്റാലിറ്റി. എലിന ഡീക്കോസ് ടാവൺ നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു, നല്ല സന്തോഷമായി. ഡേ 1 ഓഫ് ഡിസ്കവർ സൈപ്രസിന്റെ സീരീസ് അടിപൊളിയായിരുന്നു അല്ലേ. ആദ്യത്തെ ദിവസം നമ്മൾ തകർത്ത്, നമ്മളിങ്ങനെ മനസ്സ് നിറഞ്ഞ് എൻജോയ് ചെയ്ത്, നിങ്ങൾ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ബീച്ച് നേരെ നമ്മള് പിന്നെ എന്താണ് നാച്ചുറൽ വണ്ടേഴ്സ് ഒക്കെ കണ്ട് നമ്മളുടെ നല്ല അടിപൊളി ട്രഡീഷണൽ ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യാണ്. നാളെ നമ്മൾ പോകുന്നതാണ് ഒരു അടിപൊളി കിഡിലോസ്കി സ്ഥലമാണ്. നമ്മൾ ഈ നാച്ചുറൽ വണ്ടേഴ്സ് ഒക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് ഒരു സൈപ്രസിന്റെ
സൈപ്രസിന്റെ കംപ്ലീറ്റ് വില്ലേജ് ഫീൽ കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുന്ന അവിടെ തന്നെ ഒരു ഒമഡോസ് വില്ലേജ് വീട്ടിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത് അല്ലെ. അടിപൊളിയായിരിക്കും. അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി എക്സൈറ്റഡ് ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടി. പോകെ വീഡിയോകൾ നിങ്ങൾ കാണേണ്ടതാണ്. അടിപൊളി കാഴ്ചകളാണ് ഈ സൈപ്രസ് എന്ന് വരുന്നത്. നിങ്ങൾ സൈപ്രസ് എന്ന് വിചാരിക്കാത്ത രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.